അല്ല അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി ഈരാറ്റുപേട്ടയുടെ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. വലിയ രീതിയിൽ SDPയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ശക്തമായ ഒരു പ്രദേശമാണ്. വേണ്ട കൂടുതലൊന്നും പറയണ്ട. ഞങ്ങളുടെ വാർഡിൽ പരമാവധി നമുക്ക് കിട്ടാൻ പോകുന്നത് 40-40 വോട്ടിക്കുള്ളിൽ നമുക്ക് കിട്ടില്ല BJP മത്സരിപ്പിച്ചാൽ. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. അപ്പം നിങ്ങൾ എന്തെഴുതും? BJP അവിടുത്തെ സാഹചര്യം ഇതാണ്, അല്ലെങ്കിൽ അവിടെ 90% ഇത്തരം SDP ജമാഅത്തെ ഇസ്ലാമി അനുകൂലമായ ഒരുപാടാണ് അവിടെ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം. അവൻ നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ആകപ്പാടെ ഞാനും എൻ്റെ അപ്പനും അപ്പൻ്റെ അനിയനും അങ്ങനെ 3-4 വീടേ ഉള്ളൂ. ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. നീ വല്ല ഉദ്ദേശിച്ചു? അപ്പം അവിടെ ഞങ്ങൾ മത്സരിപ്പിച്ച് പാർട്ടിക്ക് ഒരു 15 വോട്ടോ 20 വോട്ടോ കിട്ടുമ്പോൾ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വരും. PC ജോർജിന്റെ സ്വന്തം പാടി കിട്ടിയത് 15 വോട്ട് അല്ലേ? സിദ്ധനാ, മഹാസിദ്ധൻ. ബോധ്യായി. അപ്പൊ സ്ഥാനാർത്ഥി ഇല്ലെന്നല്ലേ പറയുള്ളൂ നിങ്ങൾ. അത് ഞങ്ങൾ സഹിച്ചോളാം, കുഴപ്പമില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അളിയാ? ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു സംശയവും വേണ്ട, വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. എഴുതി വെച്ചോ, 98% ഈ ജമാഅത്തെ ഇസ്ലാമി SDPI അനുകൂലികളുമുള്ള ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ താമര ചിഹ്നത്തിൽ ജയിച്ച ഒരു കൗൺസിലർ ഉണ്ടാവും. എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും. SI സോമം പുള്ളയ്ക്ക് ചരക്കാൻ ഗ്യാരണ്ടി. അതിനേക്കാൾ വലിയ മുന്നേറ്റം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ താമര വിരിയും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. അത് ഗ്യാരണ്ടിയാണ്. അതിലും വലിയ നേട്ടമൊന്നും ഞങ്ങൾക്ക് വേണ്ട. എഴുതിയല്ലോ. NDA വിചാരിക്കാതെ ഒരു ഇഞ്ച് സംശയം നിങ്ങൾക്ക് വേണ്ട. എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരാണ്. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. ഈ തെരഞ്ഞെടുപ്പ് ശൈലിയിൽ എനിക്ക് വലിയ പരാതിയുണ്ട്. കാരണം ഇവിടെ 2 സ്ഥാനാർത്ഥിയാണ്. 2 സ്ഥാനാർത്ഥി ഒരാൾ വോട്ട് ചെയ്യാവുന്നുള്ളൂ, അല്ലാതെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ നിങ്ങൾ ബുദ്ധിജീവികളാണോ അതോ മന്ദബുദ്ധികളോ? അവരെ വോട്ട് ചെയ്തത് വേറെ കാര്യം. ഇതൊക്കെ എന്തൊരു നിയമം ഇതുണ്ടാക്കി ഇലക്ഷൻ കമ്മീഷൻ വിവരങ്ങൾ കാണിക്കണം. ആടുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. എനിക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി വോട്ട് ചെയ്യും. അതിന് ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ എനിക്ക് മനസ്സില്ല. ഇത് വൃത്തികെട്ട തെരഞ്ഞെടുപ്പ് സംവിധാനമാണ്. ഈ കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട്. ഞാൻ 2 സ്ഥാനാർത്ഥികളും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വോട്ട് ചെയ്തു, അത് വേറെ കാര്യം. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. BJPക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. അത് അപ്പോൾ അതാ എൻ്റെ ചോദ്യം. BJP സ്ഥാനാർത്ഥി അപ്പോൾ ഞാൻ ഇവിടെ വോട്ട് ചെയ്യണം? പറ, നോട്ടയ്ക്കല്ലേ ചെയ്യാൻ പറ്റൂ? പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.